പൂനിലാവ് പെയ്യുന്ന രാത്രിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ശവകുടീരമാണ് ഹുമയൂണിൻ്റേത്. കാരണം ആ വെൺമാർബിളിൽ ലെഡിൻ്റെ അംശം കൂടുതലുള്ളപ്പോൾ പൂനിലാവ് അടിക്കുമ്പോൾ അത് തിളങ്ങും. പകലിലും പൂനിലാവിലും പുഞ്ചിരിക്കുന്ന ഹുമയൂണിൻ്റെ ആ ശവകുടീരം എത്ര മനോഹരം! ഹുമയൂണിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബേഗം 1562 മുതൽ 1572 വരെയുള്ള കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ ശവകുടീരം. ഇത് ഡിസൈൻ ചെയ്തത് പേർഷ്യൻ ആർക്കിടെക്റ്റായ മിറാഖ് മിർസ ഗിയാസ്, അതുപോലെ തന്നെ സെയ്ദ് മുഹമ്മദ് ഇബിൻ മിറാഖ് ഗിയാസ് കൂടിയാണ്. ഭാരതീയ ശില്പകലയും പേർഷ്യൻ ശില്പകലയും ഒന്നിച്ച് ചേർന്ന് നിർമ്മിച്ചതാണ് ഹുമയൂണിൻ്റെ ഈ ടോംബ്, ഈ ശവകുടീരം. മുഗൾ രാജാക്കന്മാരിൽ രണ്ടാമത് ഇന്ത്യയെ ഭരിച്ച ആളാണ് ഹുമയൂൺ. 1530 മുതൽ 1540 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി ഭരിക്കുവാനായിട്ട് വന്നു. 1555 മുതൽ 1556 വരെയുള്ള കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ ജനുവരി 20 1556 അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ലൈബ്രറിയിലുള്ള കോണിപ്പടിയിൽ നിന്ന് ഡൽഹിയിൽ വെച്ച് വീണ് മരിക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ഈ ശവകുടീരത്തിലേക്ക് നമുക്ക് കയറി പറ്റണമെങ്കിൽ കുത്തനെയുള്ള കുറേ നടകൾ കയറി വേണം അവിടെ എത്തിച്ചേരാൻ. പൂന്തോട്ടത്തിലുള്ള ആദ്യത്തെ ഗാർഡൻ ടോംബാണ് ഹുമയൂണിൻ്റേത്. ഇതിനു ശേഷമാണ് താജ്മഹാലും മറ്റ് മുഗൾ ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷൻസും ഇന്നൊവേഷൻസും ഉണ്ടായിട്ടുള്ളത്. 150-ൽ പരം മുഗൾ ഫാമിലി മെമ്പേഴ്സിനെ ഈ ഹുമയൂണിൻ്റെ ആ ഗാർഡനിൽ ടോംബിൽ അടക്കിയിട്ടുണ്ട്. ഇത് ഒരു ശോചനീയ അവസ്ഥയിലേക്ക് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം 19-ാം നൂറ്റാണ്ടിൽ ഇത് പുനരുദ്ധരിച്ചു. യുനെസ്കോ 1993 ഇത് വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായി പ്രഖ്യാപിച്ചു. വീണ്ടും ഇതിൻ്റെ ഒരു പുനരുദ്ധാരണം ഉണ്ടായത് 2007-ലും 2013-ലുമാണ്. ആഗാഖാൻ ട്രസ്റ്റ് ഫോർ ദ കൾച്ചർ ആണ് ഇത് വീണ്ടും പുനരുദ്ധരിച്ചത്. മുഗൾ ഭരണകാലത്ത് നിർമ്മിച്ച ഹുമയൂണിൻ്റെ ഈ ടോംബ് മനോഹരമായിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് ഇതിൻ്റെ ചുറ്റുപാടുകൾ വളരെ മനോഹരമായിട്ട് വൃക്ഷലതാദികൾ കൊണ്ട് മാറ്റിമറിച്ചിട്ടുണ്ട്. അത്ര സുന്ദരമാണ്. ഒരു ശാന്തതയും ഒരു സെറേനിറ്റിയും അനുഭവപ്പെടും. അവിടെയുള്ള പച്ച നിറഞ്ഞ വലിയ മരങ്ങളും പക്ഷികളുടെ നാദങ്ങളുമെല്ലാം കാതിനെയും ഹൃദയത്തെയും കോരിത്തെരിപ്പിക്കുന്ന ഒരനുഭവമാണ്. ടൂറിസ്റ്റ് എന്ന നിലയിലാണ് ഞാൻ അവിടെ ചെന്നത്. അത്ര മനോഹരമായിരുന്നു ആ അനുഭവം. ഹുമയൂണിൻ്റെ ആ ശവകുടീരത്തിലൂടെ കാണാൻ വരുന്നവരിലൂടെ ഇന്ത്യക്ക് ധാരാളം വിദേശ പണങ്ങളും മറ്റു പല കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ടൂറിസം നമ്മുടെ രാജ്യത്ത് വളർത്തിയെടുക്കണം. അതിനു വേണ്ടുന്നതായ നല്ല കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ചെയ്യണം. ജയ് ജവാൻ, ജയ് ഭാരത്, ജയ് ഭാരത്. ക്യാമറ ചെയ്തത് സണ്ണി വർഗീസ് ആണ്. ഇതിന് സഹായിച്ച എമ്മാനുവൽ വെട്ടുകല്ലുംപുറത്തെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ജയ് ഭാരത്, ജയ് ഇന്ത്യ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവർ ഇത് കാണട്ടെ,
കേൾക്കട്ടെ, അറിയട്ടെ. ഇന്ത്യയിൽ ഇതുപോലെയുള്ള സൗധങ്ങൾ ഉണ്ടാകട്ടെ.